അല്ല, ഞാനിപ്പോ ഇവിടെ ഇപ്പോൾ ജയപ്രസാദും പ്രിയേഷും ഈ അതായത് മറ്റ് മേഖലയിലുള്ളവർക്കും അത് വലിയ പ്രഗത്ഭന്മാരാണെങ്കിൽ അവർക്ക് വൈസ് ചാൻസലർമാരായിട്ട് വരാമെന്ന് പറയും. ഞാൻ അതിനെ എതിർക്കുകയല്ല. പക്ഷേ നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിനെ ആ ട്രൂ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറല്ല. കാരണം രാഷ്ട്രീയമായ ഒരു പാർട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് അത് മിസ്യൂസ് ചെയ്യപ്പെടും. IAS കുറിച്ച് പറയും, എനിക്ക് IAS വൈസ് ചാൻസലർമാരായി വരുന്നുണ്ട് യോജിപ്പില്ല. ഒരു ഹബീബ് മുഹമ്മദിന്റെ പേര് പറയും, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു, വളരെ പ്രഗത്ഭനായിരുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ പേരുണ്ടാവുന്നല്ലാതെ മറ്റു ചില ആൾക്കാരെ ഞാൻ പേരുകൾ പറയുന്നില്ല. കാരണം ഒരു അക്കാഡമിക് മേഖലയിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും IAS യോജിച്ചവരല്ല. അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലിൽ ഞങ്ങളാണ് സൂപ്പർ എന്ന രീതിയിൽ നടക്കുന്ന. അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അത് റിസർച്ച് ഓറിയന്റ് ആയിരിക്കണം, റിസർച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കണം. അതൊരു അധ്യാപകന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോഴും അധ്യാപകർ മാത്രമേ ഈ മേഖലയിൽ വരാവുള്ളൂ. അല്ലെങ്കിൽ വരാം, സയന്റിസ്റ്റുകൾക്ക് വരാം. ISRO പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ പ്രൊഫസർമാർക്ക് തത്വലായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവർ റിസർച്ച് ഓറിയന്റഡ് ആണ്, അവർ വരാം, പോട്ടെ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചത്, നമ്മുടെ ഈ എനിക്കൊരു വളരെ ഇതിനകത്ത് ദുരുദ്ദേശം ഉണ്ടെന്ന് പറയാൻ കാരണം, മുഖ്യമന്ത്രിക്ക് പോലും VC നിയമനത്തിനെ കുറിച്ചുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ എന്തുകൊണ്ടാണ് VC നിയമനത്തിൽ ആശങ്ക കാണിക്കുന്നത്? അത് യൂണിവേഴ്സിറ്റി അധ്യാപക നിയമനങ്ങളാണ്. അസിസ്റ്റന്റ് പ്രൊഫസറെയും അസോസിയേറ്റ് പ്രൊഫസറെയും IAS ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങി കഴിയുന്ന അധ്യാപകരെ നിയമിക്കുക എന്നുള്ളതാണ് ഈ പൊളിറ്റിക്സിലുള്ള ഏറ്റവും വലിയ നോട്ടം. ഇവിടെ നടക്കുന്ന എന്തുകൊണ്ടാണ് ഞാൻ കേട്ടെ. ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റ് 2010 മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന റെഗുലേഷൻ നടപ്പിലാക്കിയപ്പോൾ എന്തുകൊണ്ട് അതിനോടൊപ്പമുള്ള അധ്യാപക നിയമനത്തിന്റെ റെഗുലേഷൻ നടപ്പിലാക്കിയില്ല? 2010 അധ്യാപക റെഗുലേഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? API സ്കോർ, റിസർച്ച് മാർക്ക്, FIP നെറ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ, JRF ഉണ്ടെങ്കിൽ, ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, അതിനെല്ലാം കഴിഞ്ഞിട്ട് 25 മാർക്ക് ഇന്റർവ്യൂവിന് കൊടുത്തുകൊണ്ടിരുന്ന മാറ്റിയിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഇന്റർവ്യൂവിന് വിളിക്കുകയും അവർക്ക് ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്ന എന്തിനു വേണ്ടിയാ? BJP ഗവൺമെന്റിന് JNU പിടിച്ചെടുക്കുന്നതിന് വേണ്ടി 450 അധ്യാപകരെ നിയമിച്ചു. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ മുഴുവൻ CPM-ന്റെ നിയന്ത്രണത്തിലായിരുന്നു. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് CPM-കാർ മുഴുവനും SFI-ക്കാർ മുഴുവനും JNU-ലെ അധ്യാപകരാണ്. അപ്പോൾ അതിന് ബദലായിട്ട് അവരവിടെ കയറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് അത്. ആ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോഴും മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ? കാരണം എന്താ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ മന്ത്രിമാരുടെയും MLA-മാരുടെയും ക്വാളിഫൈഡ് അല്ലാത്ത ഭാര്യമാർക്ക് മുഴുവൻ ഇവിടുത്തെ പ്രൊഫസർ, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരെ എല്ലാവരെയും ആക്കി പാർട്ടി അനുഭാവികളെ 750 പേരെ കഴിഞ്ഞ 6 കൊല്ലത്തിനകം കേരളത്തിലെ സർവകലാശാല നിയമിച്ചപ്പോൾ 90% പേരും CPM അനുഭാവികളായിരുന്നു. അതിന് പറ്റിയ വൈസ് ചാൻസലർമാരെ നിയമിക്കണം. റബ്ബർ സ്റ്റാമ്പുകളായിട്ടുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കണമെങ്കിൽ ഈ നിയമം നിലനിൽക്കണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ റെഗുലേഷൻ മാറ്റണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ടീച്ചേഴ്സിന്റെ റെഗുലേഷൻ മാറ്റണമെന്ന് പറയുന്നില്ല? ആരും പറയില്ല. കാരണം പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ ഒരു അധ്യാപകനാവാൻ ഗവൺമെന്റ് കോളേജ് പറ്റത്തില്ല. അതിന് പറ്റുന്നത് സർവകലാശാല മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടെയുള്ള അതിനു വേണ്ടിയുള്ള ഒരു ലൂപ്പോളാണ് ഈ 2010 റെഗുലേഷൻ മാറ്റി ഈ പറഞ്ഞ നിയമനത്തിന്, ടീച്ചേഴ്സിന്റെ നിയമനത്തിന് ഇന്റർവ്യൂ മാത്രമാക്കിയത്. അതൊക്കെ മാറ്റിയാൽ തീർച്ചയായിട്ടും പ്രഗത്ഭന്മാരായ മിടുക്കന്മാരായിട്ടുള്ള അധ്യാപകർ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ വരും. അത് സർവകലാശാലകൾക്ക് ഗുണം ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ ഇപ്പോഴുണ്ടായിരുന്ന നമ്മുടെ പുതിയ 4 വർഷ ബിരുദത്തിനെ കുറിച്ച് എന്തുകൊണ്ട് സർക്കാർ ചർച്ച ചെയ്യുന്നില്ല? ഈ കർണാടക സർക്കാർ, തമിഴ്നാട് സർക്കാർ, അവരാരും തന്നെ ഇപ്പോഴും ഈ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടില്ല. കാരണം അവർക്ക് കൂടുതൽ പഠനം നടത്തണമെന്ന് പറയുകയാണ്. കാരണം അതിനകത്ത് ഒത്തിരി പോരായ്മകളുണ്ട്. 4 വർഷത്തെ കോഴ്സ് നടത്തിയിട്ട് അത് 4-ാം വർഷം 75% മാർക്കുള്ളവർക്ക് നേരിട്ട് റിസർച്ചിന് പോവാം, PhD-ക്ക് പോവാം. MA ബിരുദം വേണ്ട. MA എനിക്ക് കാലഹരണപ്പെട്ടു, ഇനി MA-ക്ക് പഠിക്കാൻ ആരുമില്ല. ഒരു വിഷയത്തിൽ MA-ക്ക് പഠിക്കുന്നവൻ വളരെ ഗഹനമായ പഠനം നടത്തി വരുന്ന അയാള് ഒരു കോളേജിൽ അധ്യാപകനായിട്ട് വന്നാൽ കുട്ടികൾക്ക് അതിന്റെ ഗുണമുണ്ടാവും. ഇത് 4 വർഷം പഠിക്കുന്ന ഒരു കുട്ടിക്ക് 75% മാർക്ക് കിട്ടിയാൽ അയാൾക്ക് PhD-ക്ക് പോവാം. ഇവിടെ 75 മാർക്ക് കിട്ടാൻ എന്താ പ്രയാസം? ഇവിടെയുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ അധ്യാപകര് എല്ലാവരും മാർക്ക് ഇട്ട് കൊടുക്കില്ലേ? ഗവൺമെന്റ് കോളേജിൽ നമ്മുടെ ആർട്സ് മോഡലുള്ള വിദ്യാർത്ഥികൾക്ക് 75% മാർക്ക് കിട്ടാൻ പ്രയാസം ഉണ്ടാവുമോ? അപ്പം നമ്മളിവിടെ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നിയമം, പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ആലോചിക്കണം. മറ്റൊരു കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ ഗവൺമെന്റ് താല്പര്യം കാണിച്ച മറ്റൊന്നും കൊണ്ടല്ല. തമിഴ്നാട് ഗവൺമെന്റും കർണാടക ഗവൺമെന്റും എല്ലാം വിളിച്ച് VC നിയമനത്തിന് എതിരായിട്ട് കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി പറയുമ്പോൾ അവർ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയ മറ്റൊന്നും കൊണ്ടല്ല.
ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം തകരണം. DPP പോലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരുമെന്നുള്ള ഒരു സംശയമുണ്ട്. അധ്യാപകർ വരട്ടെ. ഇവിടെ ഇതിനുവേണ്ടി അധ്യാപകർക്കുള്ള ഓറിയന്റേഷൻ കൊടുത്തിട്ടുണ്ടോ? അധ്യാപകനോ വിദ്യാർത്ഥിക്കോ അറിയില്ല. വിദ്യാർത്ഥികളുടെ പേപ്പർ അത് കോളേജിൽ അധ്യാപകൻ നോക്കുന്നു, അവരെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന മാർക്ക് യൂണിവേഴ്സിറ്റി പോലും അറിയാതെ വിദ്യാർത്ഥികൾ കിട്ടുന്നു. ഇതുകൊണ്ട് എന്ത് ക്വാളിറ്റി മെച്ചമാണ് ഉണ്ടാകുന്നത്? വാസ്തവത്തിൽ വളരെ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷം. ഈ നിയമത്തിലെ ഏതെങ്കിലും പഴുതുകൾ വെച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരായിട്ട് പറയും, ഗവൺമെന്റ് നീങ്ങുക, കേസ് കൊടുക്കുക. അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ എടുത്തു പറയട്ടെ, CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ മുഖ്യ കാരണം വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തെ ഏത് രീതിയിൽ മിസ്യൂസ് നോക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലല്ല, ഇന്ത്യയിൽ വേറെയില്ല. അവരതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിലൂടി ആ ജനങ്ങളെയും ആളുകളെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നതാണ് വിദ്യാഭ്യാസം. അത് മറ്റൊരു കോൺഗ്രസ് ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികൾ വ്യക്തമാണ്.